ദേശീയ രാഷ്ട്രീയവും മറ്റൊരു തലത്തിൽ കൂടി ഇന്ന് ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് വിധി ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. BJPയുടെ ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയൊക്കെയും വളരെ ശക്തമായ ഒരു വിധിയെഴുത്ത് കൂടി നടക്കാനിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ജാർഖണ്ഡിലെ വിധി ദിനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നും ചേരുന്നത്. സിബി, 2 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ശക്തമായ വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടുകൊണ്ട് ജനമനസ്സുകളെ കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ BJP നടത്തിയ ശ്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരവധിയായിട്ടുള്ള താക്കീതുകൾ കൊണ്ട് ലഭിച്ചിട്ടുള്ള തിരിച്ചടികൾ, പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വർഗീയ പ്രചാരണം നിർത്തിയേ മതിയാവുകയുള്ളൂ എന്ന നിലയിലുള്ള ശക്തമായ താക്കീത് BJPക്ക് ലഭിച്ചത് വലിയ തോതിലുള്ള തിരിച്ചടി ആകും എന്ന ഒരു വിലയിരുത്തൽ ഈ ഘട്ടത്തിലുണ്ട്. അവിടെയാണ് മറുഭാഗത്തിന് വലിയ ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നതും സാധാരണക്കാരായ വോട്ടർമാരെ ഇനി വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് നേടിയെടുക്കാൻ BJPക്ക് കഴിയില്ല എന്ന വലിയൊരു പ്രചാരണമാണ് മറുഭാഗം അവിടെ ശക്തമായി പരസ്യപ്രചാരണ കാലയളവിൽ ഉടനീളം ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കണ്ടിട്ടുള്ള പരസ്യപ്രചാരണത്തിൻ്റെ ഒക്കെയും ഒരു സമാപനമായി, ഒരു വിലയിരുത്തലായി ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഇന്നത്തെ ഒരു ദിനം മാറുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ്. നമ്മൾ പാലക്കാടും ചേലക്കരയും വയനാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ക്രമീകരണങ്ങളൊക്കെയും അവിടെയും ഒരുക്കിയിട്ടുള്ളത്. സിബി, വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്? സിബിയിലേക്ക് മടങ്ങിയെത്താം. പ്രേംലാൽ ഇപ്പോൾ മുംബൈയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രേംലാൽ, മഹാരാഷ്ട്ര വലിയ എണ്ണം സീറ്റുകളുണ്ട്. 288 മണ്ഡലങ്ങളിലേക്ക് ആണ് 2000-ൽ പരം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അതിനും ഇരട്ടിയായിട്ടുള്ള കണക്കിൽ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണമടക്കം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി കൂടി മഹാരാഷ്ട്രയിൽ ഈ ഒരു ഘട്ടത്തെ വിലയിരുത്തുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ കൂടിയും ജനമനസ്സുകൾ അങ്ങനെ ആയിരിക്കില്ല വിധി എഴുതിയിട്ടുണ്ടാവുക എന്ന് ഈ സഖ്യകക്ഷികൾ ഓരോരുത്തരും വലിയ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഒരു അട്ടിമറിയാണോ മഹാരാഷ്ട്രയിൽ ഇക്കുറി നടക്കാനിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ നടക്കുന്ന മുന്നൊരുക്കങ്ങൾ? നാളിതുവരെ കണ്ട പ്രചാരണത്തിൽ നിന്നും ഒപ്പം വോട്ടർമാരുടെ മനസ്സിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്? കവ്യ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിനായിട്ടാണ് മഹാരാഷ്ട്ര തയ്യാറെടുക്കുന്നത്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണൽ തുടങ്ങിയാൽ ഉടനെ ഒരു 9-10 മണിയോടുകൂടി ചിത്രങ്ങളെല്ലാം തെളിയും. പ്രധാനമായിട്ടും കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായിരുന്നു സംസ്ഥാനം കണ്ടത്. ഭരണകക്ഷിയായ മഹായുതിയും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എന്നാൽ ഒട്ടുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും കടുത്ത മത്സരം പ്രവചിച്ചെങ്കിലും മഹായുതി സഖ്യത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പ്രവചനങ്ങളെ തള്ളിയാണ് മഹാവികാസ് അഘാഡി സഖ്യ നേതാക്കളുടെ തിരക്ക് പിടിച്ച യോഗങ്ങൾ കഴിഞ്ഞ ദിവസം കാണാനായത്. ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സീറ്റ് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. 288 മഹാരാഷ്ട്ര നിയമസഭാ മണ്ഡലത്തിൽ 145 സീറ്റുകളാണ് സർക്കാർ രൂപീകരിക്കാനായിട്ട് വേണ്ടത്. ഏതായാലും 10 മണിയോടെ ഇത് യഥാർത്ഥ ചിത്രം തെളിയുമെന്നാണ് അറിയുന്നത്. പ്രവചനങ്ങൾക്ക് അതീതമായിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ട്. മത്സരിക്കുന്ന 4136 സ്ഥാനാർത്ഥികളിൽ 2087 പേരും സ്വതന്ത്രരാണ്. അതുകൊണ്ട് തന്നെ ഈ വിമതരടങ്ങുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇതിൽ ആരൊക്കെ ജയിച്ചു വരുന്നു എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. ഇവർക്കായി ഹെലികോപ്റ്റർ മുതൽ റിസോർട്ടുകൾ വരെയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇവരെ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ എയർലിഫ്റ്റ് ചെയ്ത് റിസോർട്ടുകളിലും ഹോട്ടലുകളിലേക്കും മാറ്റുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പ് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചേക്കും. BJP 149 സീറ്റിലും 149 സീറ്റിലാണ് BJP, കോൺഗ്രസ് 101 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. ഉദ്ധവ് വിഭാഗം ശിവസേന 95, ശരത് പവാർ വിഭാഗം 86, ഷിൻഡെ വിഭാഗം 81, അജിത് പവാർ വിഭാഗം NCP 59 എന്നിങ്ങനെയാണ് ഇരു മുന്നണികളുടെയും പ്രമുഖ കക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളുടെ നില. മഹാരാഷ്ട്ര ഇക്കുറി 66% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിനിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളും യുവാക്കളും കൂടുതൽ വോട്ട് ചെയ്ത ഒരു സമയം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഒരു തൂക്കുമന്ത്രിസഭയും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും സർക്കാർ ഉപകരണത്തെ വൈകിപ്പിച്ചേക്കുമെന്നുള്ള പ്രവചനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മഹായുതിക്കോ മഹാരാഷ്ട്ര വികാസ് അഘാഡി സഖ്യത്തിനോ വ്യക്തമായ ജനവിധി ലഭിച്ചാലും
മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം വളരെ നിർണായകമായിരിക്കും. ആ ഒരു തർക്കം വീണ്ടും പഴയ പോലെ തന്നെ കുതിരക്കച്ചവടത്തിലേക്കും എല്ലാം നയിച്ചേക്കുമെന്നുള്ളൊരു ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി നവംബർ 26-നാണ് അവസാനിക്കുന്നത്. ഈ സമയപരിധിയിൽ പാർട്ടിയോ മുന്നണിയോ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കാൻ 3 ദിവസമാണ് ഉള്ളത്, അതായത് 72 മണിക്കൂർ. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിരിക്കും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള നീക്കങ്ങൾ വളരെ ചടുലമായിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇരു മുന്നണികളും നടത്തിക്കഴിഞ്ഞു. ജയിച്ചു MLA-മാരെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി റിസോർട്ടുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും താമസിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 9-10 മണിയോടുകൂടി അതിന്റെ ഒരു ചിത്രം തെളിയും. എന്താണ് മഹാരാഷ്ട്രയ്ക്ക് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും കാത്തിരുന്ന് കാണാം. ഇപ്പോൾ പ്രേംലാൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, റിസോർട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ജയിക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം അടക്കം ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മഹാരാഷ്ട്രയിൽ ഇക്കുറി നേരിടുന്നത്. വലിയ തോതിലുള്ള അട്ടിമറിയൊക്കെയും പ്രതീക്ഷിക്കുന്നുണ്ട്. മഹായുതി മഹാവികാസ് അഘാടി സഖ്യങ്ങൾ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള മഹാരാഷ്ട്രയിൽ എന്താണ് ജനവിധി എന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം കൂടിയാണ്.